പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് സംബന്ധിച്ച് കട്ടപ്പന നഗരസഭയിൽ അടിയന്തര കൗൺസിൽ ചേർന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡ്രീം ഡിഫൈൻ ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് യാക്കോബൈറ്റ് ചർച്ച്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കട്ടപ്പന. മർച്ചന്റ് അസോസിയേഷൻ ബിൽഡിംഗ്, രാജകുമാരി. CR ആർക്കേഡ്, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, കുമളി റോഡ്, കമ്പം. ഓപ്പോസിറ്റ് കളക്ടർ ഓഫീസ്, തേനി. 2024-25 വാർഷിക പദ്ധതി വാലിഡേഷൻ ക്രമപ്പെടുത്തുന്നത് സംബന്ധിച്ചും ജില്ലാതല അദാലത്ത് പൊതുജനങ്ങൾക്ക് അറിയിപ്പ് നൽകുന്നത് സംബന്ധിച്ചും ചർച്ചകളാണ് കൗൺസിലിൽ നടന്നത്. കട്ടപ്പന നഗരസഭ പഴയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് കേസിന്റെ വിധി പകർപ്പിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ചും ചർച്ചയുണ്ടായി. സ്പിൽ ഓവർ പദ്ധതികളുടെ 20% തുക വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്ന് കൗൺസിൽ യോഗത്തിൽ കുറ്റപ്പെടുത്തി. ആ ബില്ലുകൾ കഴിഞ്ഞ വർഷത്തെ പദ്ധതി വിഹിതത്തിൽ നിന്നും അത് മാറിക്കൊടുക്കാത്തത് എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റല്ല, അത് ഗവൺമെൻറ് ചെയ്യേണ്ടതായിരുന്നു. ഗവൺമെൻറ് ആ മാർച്ച് 31 വരെയുള്ള ബില്ലുകൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ പൈസ കൊടുക്കാതിരുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അപാകതയാണ്. അതിൻ്റെ പാപഭാരം മുനിസിപ്പാലിറ്റിയുടെ തലയിൽ കെട്ടിവെക്കുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ക്യൂബില്ല് കൂടെ കൊടുക്കാനുള്ള 1,70,00,000 രൂപ മുനിസിപ്പാലിറ്റിക്ക് കിട്ടുകയും അതോടൊപ്പം തന്നെ കാലാകാലങ്ങളിൽ സ്പില്ലോവറിന് വേണ്ടി 20% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഗവൺമെന്റിന്റെ ആ ഒരു നയം പുനഃസ്ഥാപിക്കുകയും ചെയ്യണം. അതല്ല എങ്കിൽ ഒരു കാരണവശാലും ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വികസന പദ്ധതികളുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഈ വർഷം കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ നമ്മളോട് ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങളുടെ ബഡ്ജറ്റ് അലോക്കേഷൻ ഇത്രയാണ്, അതുകൊണ്ട് ആ അലോക്കേഷൻ അനുസരിച്ച് നിങ്ങളുടെ പദ്ധതികൾ നിങ്ങൾ തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളുടെ പദ്ധതികൾ തയ്യാറാക്കി ഞങ്ങളുടെ വാർഡ് സഭ വിളിച്ചു കൂട്ടാൻ പറഞ്ഞു. ഞങ്ങൾ വാർഡ് സഭയിൽ പോയി ഞങ്ങൾ പറഞ്ഞു, ഈ വർഷത്തെ ഈ വാർഡിൽ നടക്കാൻ പോകുന്ന പദ്ധതികൾ ഇതൊക്കെയാണ് എന്ന് ഞങ്ങൾ വാർഡുകളിൽ പറഞ്ഞു. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇപ്പൊ കൊണ്ടുവന്ന് ആ പദ്ധതി ഒന്ന് നടപ്പാക്കുകയാണ് എന്ന് പറഞ്ഞ് വാർഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ ഞങ്ങളുടെ വാർഡിൽ കയറ്റും. ഇത് വാസ്തവത്തിൽ മുനിസിപ്പാലിറ്റിയുടെയോ ഞങ്ങളുടെ കൗൺസിലർമാർ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ആരുടെയും ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു അപാകതയല്ല. അതുകൊണ്ട് ഈ വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾ അത് താറുമാറായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന സ്പിൽ ഓവറിന് കൊടുത്തുകൊണ്ടിരുന്ന 20% പൈസയും അതോടൊപ്പം തന്നെ ക്യൂബില്ലിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ട്രഷറിയിൽ കൊടുത്തിരുന്ന ആ 1,70,00,000 രൂപയും നമുക്ക് അനുവദിച്ചു തരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ള അപ്പോൾ ഈ വാർഡ് സഭയിൽ ചെന്ന് വെച്ചിട്ട് ഗവൺമെന്റ് തുക വെട്ടിക്കുറച്ചു എന്ന് ഒരു കാരണവശാലും നമുക്ക് വാർഡ് സഭയിൽ പറയാനായിട്ട് പറ്റത്തില്ല. ഇപ്പം ജോയ് സാർ പറഞ്ഞ കറക്റ്റായ കാര്യമാണ്. അത് ഓരോ കൗൺസിലർമാരുടെ കുറ്റമല്ലത്, അത് ഗവൺമെന്റ് പാസ്സാക്കേണ്ട ബില്ല് പാസ്സാക്കാത്തത് കൊണ്ടാണ് നമുക്ക് സ്പില്ലോവറിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു കാരണവശാലും ഈ കിട്ടിയിരിക്കുന്ന മെയിൻ്റനൻസ് ഫണ്ട് 9 ലക്ഷം രൂപ വെച്ചാണ് ഓരോ കൗൺസിലർമാർക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പം അറിയാം, കോൺട്രാക്ടർ ഇപ്പോൾ എനിക്ക് സഹിതം അറിയാം, ഒരു കോൺട്രാക്ട് ഒരു 1 ലക്ഷം രൂപയ്ക്ക് കോൺക്രീറ്റ് ആണെങ്കിൽ 21 മീറ്ററേ കിട്ടുള്ളൂ. അത് ടാറിംഗ് ആണെന്നുണ്ടെങ്കിൽ 42 മീറ്ററേ കിട്ടുള്ളൂ. അത് ഈ 42 മീറ്ററിനാണെന്ന് പറഞ്ഞാലും എടുക്കാൻ ആളില്ല. അപ്പം പിന്നെ കിട്ടുന്ന പൈസ ഈ പറയുന്ന കൗൺസിലർമാരെല്ലാം അത് കോൺക്രീറ്റിങ്ങിനാണ് വെച്ചിരിക്കുന്നത്. ഇനിയും ഈ വാർഡുകളിൽ ചെന്ന് വെച്ചിട്ട് ഈ പൈസ കിട്ടത്തില്ലെന്ന് ഒരു കാരണവശാലും നമുക്കത് പറയാനായിട്ട് പറ്റത്തില്ല. അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഈ കൗൺസിലിന്റെ തീരുമാനമെടുത്ത് ഗവൺമെന്റിലേക്ക് അറിയിക്കണമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. 20% കുറവ് വരുമ്പോൾ നഗരസഭയുടെ 34 വാർഡുകളിലും 5 ലക്ഷം രൂപ വീതമാണ് കുറയുന്നത്. ഇത് നഗരസഭയുടെ വികസനത്തെ കാര്യമായി ബാധിക്കുമെന്നും ചെയർപേഴ്സൺ ബീന ടോമി, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി എന്നിവർ പറഞ്ഞു. 24-25 വാർഷിക പദ്ധതിയുടെ വാലിഡേഷൻ ക്രമപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ അടിയന്തര കൗൺസിൽ തീരുമാനിച്ച് കൂടിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ വാർഡിലും ഫണ്ട് അനുവദിച്ചിരുന്നു. പക്ഷേ അത് ആ ഫുൾ ഫണ്ട് നമുക്ക് അനുവദനീയമല്ല എന്നാണ് അറിയിച്ചത്. നമ്മളെ സ്പില്ലോ പ്രോജക്റ്റ് കൊടുത്തപ്പോൾ അതിൻ്റെ വാലിഡേഷൻ മിനിഞ്ഞാന്നാണ് നമുക്ക് വാലിഡേഷൻ കറക്റ്റ് ചെയ്യുന്നതിനുള്ള സൈറ്റ് ഓപ്പണായി കിട്ടിയത്. സൈറ്റ് ഓപ്പണായി വാലിഡേഷൻ കറക്റ്റ് ചെയ്തപ്പോഴാണ് പല ഇനത്തിലും വളരെയധികം തുകകൾ അധികരിച്ചതായി വാലിഡേഷൻ കറക്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത്തരം ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ മാർച്ച് 25 ശേഷം നമ്മൾ കൊടുത്ത 1,70,00,000 രൂപയുടെ വിവിധ തരത്തിലുള്ള ബില്ലുകൾ, ക്യൂബിൽ കിടന്ന ബില്ലുകൾ പോലും കൊടുക്കാൻ സാധിക്കും. മാർച്ച് 31 മാറാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും മാറിയിരുന്നില്ല. 25 ശേഷം ഒരു ബില്ലും മാറിയില്ല. അത് മാറാതിരുന്ന ബില്ലുകളെല്ലാം ക്യൂബിൽ നിന്നും ഈ വർഷത്തെ അലോട്ട്മെൻറ്റിൽ നിന്ന് ഇപ്പോൾ പൈസ മാറിപ്പോയപ്പോൾ അത്രയും പൈസ കുറഞ്ഞു നമ്മുടെ ഇപ്പോൾ. അപ്പം നമുക്ക് പുതിയ പ്രോജക്റ്റുകളിലേക്ക് അനുവദിച്ചിരുന്ന പൈസയിൽ സ്പിൽ ഓവർ പ്രോജക്റ്റിൽ കൊടുത്തിരുന്ന ബില്ല്
ഈ പ്രാവശ്യത്തെ പൈസയിൽ നിന്ന് മാറിപ്പോയി. സാധാരണ ഗവൺമെൻറ് 20% സ്പിൽ ഓവർ പ്രോജക്റ്റിനുള്ള പൈസ തരുന്നതാണ്. മാത്രമല്ല ക്യൂവിൽ കിടക്കുന്ന ബില്ലിൻ്റെ പൈസ ന്യായമായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് ക്യൂ കൊടുത്തതിൻ്റെ പൈസയാണ് കൊടുക്കാൻ പറ്റാതായിപ്പോയി. അത് കൊടുക്കണമെന്ന് കൗൺസിലിൻ്റെ പ്രമേയം നിങ്ങൾ ശ്രദ്ധിക്കുക. കൗൺസിൽ പറഞ്ഞിരിക്കുന്നത് ക്യൂവിൽ കൊടുത്ത ബില്ലിൻ്റെ പൈസ തരണം. 20% സ്പിൽ ഓവർ പ്രോജക്റ്റും തന്നാൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പൈസയും കുറയ്ക്കേണ്ട സാഹചര്യമില്ല. പക്ഷേ അത് ഗവൺമെൻറ് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഇന്നലെ നടന്ന DPC യോഗത്തിൽ ബഹുമാനപ്പെട്ട ചെയർപേഴ്സണും സെക്രട്ടറിയും പങ്കെടുത്തിരുന്നു. അവർ അടക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എല്ലാവരും ഈ വിഷയം ഉന്നയിച്ച് അത് ഗവൺമെൻറ് ശ്രദ്ധയപ്പെടുത്താമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അത് പ്രകാരം കുറച്ച് പൈസ കിട്ടുമെന്ന് നമുക്കറിയാം. ഏതായാലും ഇപ്പം നമുക്ക് നിലവിലുള്ള പ്രോജക്റ്റിൽ കുറേ പൈസ നമ്മൾ കുറയ്ക്കുകയാണ്. അത് കുറയ്ക്കുന്നത് വാലിഡേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ അതിൻ്റെ ഒന്നും എസ്റ്റിമേറ്റ് എടുക്കണ്ട എന്ന് AEയോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ബാക്കി കുറച്ച് തുക കൂടി ഏതെങ്കിലും തരത്തിൽ കണ്ടെത്തി നൽകി എസ്റ്റിമേറ്റ് എടുക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കട്ടപ്പന നഗരസഭയിൽ 1,70,00,000 രൂപയുടെ കുറവാണ് നിലവിലുണ്ടാകുന്നത്. ഇത് ഗ്രാമീണ മേഖലയുടെ വികസനത്തെ ബാധിക്കും. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. അതെ, വീടിന്റെ പ്ലാൻ മുഴുവൻ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നു. ഇന്റീരിയർ അത് ഞാൻ ആരെയും കൈകടത്താൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഇന്റീരിയറാ ഒരു വീടിന്റെ ജീവനെന്ന് പറയുന്നത്. അതുമല്ലോ നിനക്കറിയോ? എന്റെ പപ്പ മമ്മി ഇന്റീരിയർ ഡിസൈൻസിനെ കുറിച്ച് വലിയ ഗവേഷണമൊക്കെ നടത്തി ഏറ്റവും നല്ല ഗ്രൂപ്പിനെ തന്നെയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഗവേഷണോ? അതെന്തിനാ മമ്മി? നിങ്ങളെ ഡ്രീം ഡിഫൈൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഡ്രീം ഡിഫൈൻ എന്ന് കേട്ടിട്ടുണ്ടോന്നോ? അത് തന്നെ അല്ലായിരുന്നു എന്റെ മനസ്സിലും. വീടുകൾ, ഷോപ്പുകൾ, ആരാധനാലയങ്ങൾ, ഫാക്ടറികൾ, ഡിസ്പ്ലേ സെന്ററുകൾ, ഓഫീസ് റൂമുകൾ എന്നിവയുടെ ഇന്റീരിയർ വർക്കുകൾ ഫാക്ടറി ഫിനിഷിംഗിൽ ചെയ്തു നൽകുന്നു. ഡ്രീം ഡിഫൈൻ ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് യാക്കോബൈറ്റ് ചർച്ച്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കട്ടപ്പന. മർച്ചന്റ് അസോസിയേഷൻ ബിൽഡിംഗ്, രാജകുമാരി. CR ആർക്കേഡ്, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, കുമളി റോഡ്, കമ്പം. ഓപ്പോസിറ്റ് കളക്ടർ ഓഫീസ്, തേനി.